ശ്രീജിത്ത്, ഇപ്പോൾ ഈ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾ നമ്മൾ സഭയ്ക്ക് മുന്നിൽ കാണാറുണ്ട്. പക്ഷേ ഭരണപക്ഷാംഗങ്ങൾ തന്നെ ഈ പ്രതിപക്ഷത്തിന്റെ സഭയ്ക്കകത്തെ പെരുമാറ്റത്തിനെതിരെ പ്രതിഷേധിച്ച് ഇന്ന് പ്രതിഷേധ പ്രകടനം സഭയ്ക്ക് മുന്നിൽ നടത്തുന്നത് കണ്ടു. വി.ഡി. സതീശൻ രൂക്ഷമായ ഭാഷയിലാണ് ഇതിനൊക്കെ വിമർശിച്ചിരിക്കുന്നത്. അതിന്റെ കൂടി വിശദാംശങ്ങൾ. ഗോപികൃഷ്ണൻ, മന്ത്രിമാരായ എം.പി. രാജേഷും വി. ശിവൻകുട്ടിയും സമനില തെറ്റിയവരെ പോലെയാണ് പെരുമാറുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വിമർശിച്ചത്. അത് സോണിയാഗാന്ധിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു വിമർശനം നടന്നത്. ഒരു തരത്തിലും നിലവാരമില്ലാത്ത പ്രവർത്തനമാണ് ചില മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നാണ് സതീശന്റെ വിമർശനം. സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം, സോണിയാഗാന്ധി സ്വർണം കട്ടിട്ടുണ്ട്, സോണിയാഗാന്ധിയുടെ കയ്യിൽ സ്വർണ്ണമാണ് കെട്ടിക്കൊടുത്തത് തുടങ്ങിയ ആക്ഷേപങ്ങളാണ് സബ്മിഷന് മറുപടി പറയുമ്പോൾ അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മന്ത്രി വി. ശിവൻകുട്ടി പറഞ്ഞത്. എം.പി. രാജേഷും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരുമായി ഈ കട്ട മുതൽ വാങ്ങിയവരും എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് എത്തിയത് എന്ന ചോദ്യം എം.പി. രാജേഷും ഉയർത്തിയിരുന്നു. ഇത് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചു. ഇത് നിസ്സാരമായ ആക്ഷേപമല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ രൂക്ഷമായ വിമർശനം നടന്നത്. എന്നാൽ ഭരണപക്ഷം ഈ വിഷയത്തിൽ തങ്ങൾ പ്രതിരോധത്തിലല്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രകടനമായി മുന്നിലേക്ക് വരികയും പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തത്. അങ്ങനെ ഈ ശബരിമല വിഷയം തിരഞ്ഞെടുപ്പെടുത്തിയിരിക്കെ അതിൽ പ്രതിരോധത്തിലേക്ക് പോയാൽ വൻ തിരിച്ചടി, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പോലെ വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന തിരിച്ചറിവിലാണ് ഭരണപക്ഷത്തിന്റെ പുതിയ നാടകീയമായ നീക്കങ്ങൾ. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് സഭയ്ക്കകത്ത് നിന്ന് നടന്ന സംഭവങ്ങൾ, അതോടൊപ്പം തന്നെ അതിലെ കാഴ്ചകൾ, അതിന്റെ വിശദാംശങ്ങളുമാണ് ആർ ശ്രീജിത്ത് ഇപ്പോൾ നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് നമ്മളോട് വിശദീകരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.